ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2067. ഇന്ന് ഓഗസ്റ്റ് മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 240-ാമത്തെ ദിവസത്തിലെത്തി. ബോധപൂർവം തന്നെയാണ് കഴിഞ്ഞ പുലരിയില് കായനെയും ഹാബേലിനെയും ഒന്നുകൂടി കൂട്ടുപിടിച്ചത്. കായൻ നേരിട്ട ചോദ്യം വല്ലാതെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. എൻ്റെ അനുജനായ സഹോദരനായ ഹാബേൽ എവിടെ? പിന്നീടുള്ള ദൈവത്തിൻ്റെ അടുത്ത ചോദ്യം, മറ്റൊരു ചോദ്യം വെറും അനുമാനമാണ്, ഊഹമാണ്, ഭാവനയാണ്. അത് ഹാബേൽ നേരിട്ടെന്നാണ് സങ്കല്പിച്ചെടുക്കുന്നത്. ആദ്യ രക്തസാക്ഷിയായ, സഭയുടെ തന്നെ പ്രാർത്ഥനകളിൽ പറയുന്ന പോലെ ആദ്യ കടിഞ്ഞൂലായ ഹാബേൽ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവം ഇടയ്ക്കിടയ്ക്ക് അവനോട് ചോദിക്കാനും സാധ്യതയില്ലേ, നിന്റെ സഹോദരനായ, നിന്റെ ജ്യേഷ്ഠനായ കായൻ എവിടെയാണ്? ഹാബേൽ എന്തായാലും കായൻ അന്ന് ഭൂമിയിൽ വെച്ച് ദൈവത്തോട് പറഞ്ഞ തലതറ നിറഞ്ഞ മറുപടി പറയത്തില്ല. എന്താ, ഞാനെന്നാ എൻ്റെ ചേട്ടന്റെ കാവൽക്കാരനാണോ? അതൊരു തറുതലയാണ്. അത്തരം നിഷേധ വർത്തമാനമൊന്നും നീതിമാനായ ഹാബേലിന് വരില്ല. പക്ഷേ ഹാബേലിന് തലകുനിക്കാൻ സാധ്യതയുണ്ട്. ചോദ്യം ദൈവത്തിൻ്റെതാണ്. അവനെ കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, അല്ലേ? കയ്യിന്ന് വഴുതി പോകാതെ അവനെ ഒന്ന് കരുതാമായിരുന്നു. അവിടെയാണ് എൻ്റെ കുറെ കൂടി നീതി പൂർത്തീകരിക്കുന്നത്. കുറെ കൂടി ഞാൻ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. നമ്മളുടെ സാധാരണ മനുഷ്യ ജീവിതത്തെ നമുക്കൊന്നും കൂടി ഒന്ന്, അവനവന്റെ ജീവിതത്തെ യേശുവാകുന്ന വെളിച്ചത്തിൽ ഒന്ന് പരിശോധിച്ചാൽ കുറെ കൂടി ശ്രദ്ധയും കരുണയും കരുതലുമൊക്കെ അവനവനോടും അവനവന്റെ പരിസരത്തോടുമാകാം, ഒപ്പമുള്ള സഹജീവികളോടാവാം. ജീവിതത്തിലെ അവസരങ്ങളൊന്നും പിന്നീട് ഒരിക്കൽ കൂടി ഒരുപക്ഷെ നമ്മുടെ അടുത്തേക്ക് എത്തിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എന്തുമാത്രം ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. ഇത് രണ്ടും ഇല്ലാതെ പോകുന്നത് കൊണ്ടല്ലേ കായന്റെ ജീവിതത്തിലും അന്നാ ദുരന്തം സംഭവിച്ചത്. സംശയമൊന്നുമില്ല. ദൈവം ചോദിച്ചിരുന്നു അവനോട്, നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? നീ വല്ലാതെ നിരാശനാണല്ലോ. അവൻ മറുപടി പറഞ്ഞില്ലെങ്കിലും അവൻ പ്രതിഷേധിച്ച് അവൻ ചില കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടിയിരിക്കുകയായിരുന്നു. അനുജനെ വകവരുത്തിയിട്ടില്ല, വകവരുത്താനായിട്ട് ഒരുങ്ങുകയാണ്. ദൈവം പതിയെ അവന് ഒരു പരിഹാരവും നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവിപ്പാൻ പോകുന്ന മോശം കാര്യം ഒഴിവാക്കാനും കായന്റെ നിരാശയും വിഷാദവും ദുഃഖവും മറികടക്കാനുമുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ഊഴം വരുമ്പോൾ നീ കുറെ കൂടി നല്ലതുപോലെ കാഴ്ചയർപ്പണം നടത്തുക. ഒരു ഊഴം കൂടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. പിടിച്ചു കയറാനായിട്ട് കായന് അത് മാത്രം മതിയായിരുന്നു. അതേന്നേ, ഒന്ന് നമ്മൾ മനസ്സ് കൊടുത്താൽ മതി, കാത് കൊടുത്താൽ മതി ദൈവത്തിന്. ഒരു ഊഴവും കൂടെ അവിടുന്ന് നമുക്ക് അനുവദിച്ചു തരും. പക്ഷേ അതും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അതും പ്രയോജനപ്പെടുത്താനായിട്ട് ഈ പുലരിയിലെ പ്രകാശം നിറഞ്ഞ ഊർജം എന്നെയും നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.